ചെറുപ്പത്തിൽ വളരെയേറെ സ്വപ്നങ്ങൾ കണ്ട് സ്കൂളിൽ പോയി തുടങ്ങിയായിരുന്ന ആൾക്കാർ അവരവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല എന്നവർക്ക് തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തേജനം നൽകേണ്ടതിന് പകരം നിങ്ങൾ കൊടി പിടിക്കണം, പിന്നെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ജയ് വിളിക്കണം, മറ്റുള്ളത് മാറ്റി വെക്കണം, ആ ഒരു രീതിയിലുള്ളൊരു കാഴ്ചപ്പാട് ഒരുപാട് കാലത്ത് ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് കാലത്ത് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. നിങ്ങൾ മറ്റുള്ള അതൊക്കെ പിന്നെ ചെയ്യണം, നീ വാ നമുക്ക് പാർട്ടിയുടെ പരിപാടി ഉണ്ട്, ആ ഒരു രീതിയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന പരിപാടി. അതുപോലെ സമരങ്ങൾ ചെയ്യാൻ വേണ്ടി ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കി കുട്ടികളെ കൊണ്ട്, അതായത് പഠിത്തം നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല, നമുക്ക് സമരം ചെയ്യണം, സമരമാണ് മാർഗം, സമരമാണ് എല്ലാത്തിനുള്ളത്. നിങ്ങൾ പഠിപ്പ് മുടക്കിയിട്ടാണെങ്കിലും സമരം ചെയ്യുക, ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് കേരളത്തിലെ ജനതകളെ, യുവതകളെ, കൗമാരക്കാരെ നയിച്ച് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് പോലും സമരങ്ങൾ എത്തിച്ച് പിന്നെ കയ്യൂക്ക് കൊണ്ട് കാര്യം നേടാം. അതായത് ഇപ്പം മറ്റുള്ളവർ ആശയം കൊണ്ട് സമരം ചെയ്യുമ്പോൾ അതിനെ നമുക്ക് കയ്യൂക്ക് കൊണ്ടും, നമ്മുടെ ആശയം വിജയിച്ചില്ലെങ്കിൽ നമുക്ക് കയ്യൂക്ക് കൊണ്ട് വിജയിക്കാം. ആ ഒരു രീതിയിലേക്ക് നേതാക്കന്മാർ തന്നെ മാതൃക കാണിച്ചു കൊടുത്ത് വിദ്യാർത്ഥികളെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു ജനറേഷൻ, ഒരു ജനറേഷൻ മാന്യമായിട്ടുള്ള ഒരു ജോലി, മാന്യമായിട്ടെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനം ജോലികളെല്ലാം മാന്യമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറ നൽകാൻ പറ്റാത്തത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പേയ്മെൻറ്റുകൾ, കാര്യങ്ങൾ എല്ലാം വളരെ താഴെ തന്നെ നടക്കുകയാണ്. ഏത് ജോലി എടുത്താലും നമ്മുടെ നാട്ടിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രദേശങ്ങളിലും തന്നെ ഇതേ ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് മിച്ചമായ ഒരു സമ്പാദ്യം ഉണ്ടാവുകയും അതിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റുകയും കുടുംബത്തെ നല്ല രീതിയിൽ കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് മാത്രം ഇത് പറ്റുന്നില്ല. അതിനുവേണ്ടി അതേ ജോലികൾ തന്നെ മറുനാട്ടിൽ പോയി ചെയ്ത് സമ്പാദിച്ച് വീട്ടിലെ കാര്യങ്ങളും നോക്കി അവനവൻ്റെ വിദേശത്തെ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഞാനടക്കം. അപ്പം എന്തു പണിയും ചെയ്യാൻ നാട്ടിൽ തന്നെ റെഡിയായിരുന്ന ആൾക്കാർ അതിനുള്ള അവസരമോ അപ്പോൾ ചെയ്തു കഴിഞ്ഞാലും മണിക്കൂറുകളോളം പണിയെടുത്താൽ തന്നെ അതിന് ആനുപാതികമായിട്ടൊരു ശമ്പളം, ഒരു വേതനം, സാമ്പത്തിക ഭദ്രത നൽകാൻ നമ്മുടെ നാടിന് പറ്റുന്നില്ല. എന്താണ് ഇതിന് കാരണം? ഇതിന് കാരണം കമ്മ്യൂണിസം തന്നെയല്ലേ. നാട്ടിൽ വരുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ക്രെഡിറ്റ് തങ്ങൾക്ക് വേണം എന്നുള്ള ഒരൊറ്റ കാരണം തന്നെയല്ലേ ഈ മെൻറ്റാലിറ്റി. ഒരു വല്ലാത്തൊരു മാനസിക നിലപാടുള്ള ആൾക്കാരല്ലേ അവർ. ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണം, അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല എന്നൊരു മെൻറ്റാലിറ്റിയിലല്ലേ അവർ ഓരോ വികസന പ്രവർത്തികളെയും തടഞ്ഞു നിർത്തിയിരുന്നത്. എന്നിട്ട് ഭരണത്തിൽ വരുമ്പോൾ അതേ പ്രവർത്തികൾ തന്നെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്കാകുമ്പോൾ തട്ടിക്കൂട്ടി ചെയ്തു തീർത്തിട്ട് ഇത് ഞങ്ങൾ ചെയ്തതാണ്, നിങ്ങളെ രക്ഷിക്കാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി തന്നെയല്ലേ ഒരു കാഴ്ചപ്പാട് തന്നെയല്ലേ ഇവർ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ടും ജനങ്ങൾ വീണ്ടും അതിനെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും ഇവരെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇതിന് കാരണം ഇവരുടെ ഈ കേരളം വിദ്യാഭ്യാസത്തിൽ നമ്പർ 1 ആണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകളുണ്ട് എഴുതാനും വായിക്കാനും അറിയാത്തവർ. ഇതറിയാത്തവരാരാളുള്ളത്? നമ്മുടെ നാട്ടിൽ പോലും എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ പോലും ഒരുപാട് പേരുണ്ട്. ഒരു പഞ്ചായത്ത് ഓഫീസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടേക്കുള്ള ആവശ്യമായ ഫോമുകളിൽ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അതെങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാകാത്തവർ അതിനുവേണ്ടി സഹായം ചോദിക്കുന്ന എത്രയോ മലയാളികളുണ്ട്. പിന്നെ ഈ പഠിച്ചിറങ്ങിയവർ തന്നെ, എഴുതാനും വായിക്കാനും പഠിച്ചവർ തന്നെ തുടർന്ന് വിദ്യാഭ്യാസത്തിന് പോകാതെ മനസ്സിൽ എന്തൊക്കെയോ കണ്ടുകൂട്ടിട്ടാണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് തോന്നുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു മടുപ്പ് തോന്നി, പഠിത്തത്തോടെ ഒരു മടുപ്പ് തോന്നി ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് മാറിപ്പോയിട്ട് ഓക്കെ പഠിപ്പ് നിർത്തി. പിന്നെ കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ, കൂലിപ്പണി എടുക്കുന്നത് മോശമായിട്ടല്ല, പക്ഷേ അതിനുള്ളൊരു അത് പഠിച്ച് ഉയരങ്ങളിലേക്ക് എത്തിച്ചെന്നിരുന്നെങ്കിൽ മാന്യമായിട്ട് നല്ലൊരു ശമ്പളം കിട്ടുന്ന ജോലികൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അപ്പോൾ അങ്ങനെയുള്ള ഉയരങ്ങളിൽ എത്തേണ്ടിയിരുന്നവർ ഉയരങ്ങളിൽ തന്നെ എത്തിയിരുന്നെങ്കിൽ ബാക്കി നമ്മുടെ നാട്ടിൽ പിന്നെ ഓട്ടോക്കാരും കൂലിപ്പണിക്കാരൊന്നും വേണ്ടെന്നില്ല. ഇതൊക്കെ നമുക്ക് അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ചെയ്തു തീർക്കാമായിരുന്നു.
അത് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പോഴും ആ തൊഴിലാളി യൂണിയനുകളൊക്കെ ചെയ്യുന്ന അത് മറ്റൊരു ക്രൂരത അതാ. ആ, ആ ഉപകരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജോലി ചെയ്യാൻ ആളുകളെ ജോലി ചെയ്യേണ്ട ആളുകൾക്ക് ജോലി ഇല്ലാണ്ടാകും എന്നുള്ള ഒരു മുടന്തൻ ന്യായം പറഞ്ഞ് തടഞ്ഞു വച്ചിരിക്കുന്നത് വേറെ. അത് കാരണം ആളെ കിട്ടാണ്ട് വീണ്ടും ഉടമസ്ഥർ തന്നെ പണിയെടുക്കേണ്ടി വരുന്ന ഇതുണ്ട്. പിന്നെ യൂണിയനുകാർ അവർക്കൊരു നിശ്ചിത തുക തന്ന് കൊടുത്തു കഴിഞ്ഞും അവരെ കൊണ്ട് മാത്രം ചെയ്യിക്കണം എന്നുള്ള ഒരു ഗുണ്ടായിസ മെൻറ്റാലിറ്റിയും അത് വേറെ. പിന്നെ പറഞ്ഞു വന്നത്, അപ്പോൾ ഇത്രയുള്ള ചെറിയ ചെറിയ വണ്ടി ഓടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും ആൾ വേണം, ആളുണ്ടാകുമായിരുന്നു. അതിനുള്ള സജ്ജീകരണങ്ങളും ഈ ഉയരങ്ങളിൽ എത്തേണ്ടിയിരുന്ന ആൾക്കാർ ഉയരങ്ങളിൽ എത്തിയിരുന്ന അവരുടെ ഉയർന്ന ശമ്പളത്തിൽ നിന്ന് സർക്കാരിനും ആവശ്യമുള്ള നികുതികൾ കൊടുക്കാം. പിന്നെ സർക്കാരിൻ്റെ ഖജനാവിലേക്കും പൈസ വന്നിരുന്നതിനെ. അപ്പോൾ ആ പൈസകൾ കൊണ്ട് നാട്ടിലെ റോഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉഷാറാക്കാമായിരുന്നു. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം മാറ്റിയെടുത്ത് ഒരു മികച്ച ടൗൺഷിപ്പും കാര്യങ്ങളൊക്കെ ആക്കിയെടുത്താൽ അവിടെ ഇത്രയും അധികം ഓട്ടോക്കാർ ടാക്സിക്കാർ ഇത്രയും ആവശ്യങ്ങളില്ല. നമുക്ക് പൊതുവായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താമായിരുന്നു. അപ്പോൾ അതുവഴി ഇത്തരമുള്ള ഗതാഗത കുരുക്കുകൾ തന്നെ കുറയ്ക്കുകയും ഒരുപാട് പേർക്ക് ഈ ഇപ്പോഴും കാര്യമായിട്ട് വിദ്യാഭ്യാസം നേടാതെ തന്നെ ട്രാൻസ്പോർട്ടേഷനിൽ ഭാഗമായിട്ടിരിക്കുന്ന ആൾക്കാർക്കെല്ലാം അവരുടെ സ്വപ്നങ്ങൾ കണ്ടെടുത്ത് മികച്ച ജീവിതം നയിക്കുകയും അതുവഴി ടാക്സികളോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ വരാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇത് തന്നെയല്ലേ ലോകത്തിലെ എല്ലാ മികച്ച രാജ്യങ്ങളും സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള രാജ്യങ്ങളിലെല്ലാം നടക്കുന്ന ഇത് തന്നെയല്ലേ. ഒരുപാട് ഉറവിടങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിലെ ഒന്നിനും ഒരു വ്യക്തമായിട്ടൊരു രീതിയിൽ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭങ്ങൾ കൃത്യമായി കൊണ്ടുവന്ന് അതിൽ നിന്ന് തൊഴിൽ കൊടുക്കുക. അപ്പോൾ അതിലുവഴി ആ സംരംഭത്തിന് ഉണ്ടാകുന്ന ലാഭത്തിൽ നിന്ന് വിഹിതം ഗവൺമെൻറ്റിന് കിട്ടുക. അപ്പം ഈ ശമ്പളം കൊടുക്കുന്നതിൽ നിന്ന് ടാക്സ് ഗവൺമെൻറ്റിന് വരും. അപ്പം ഇവരുടെ പ്രോഫിറ്റിൽ നിന്ന് ലാഭം ഗവൺമെൻറ്റിന് വരും. പക്ഷേ ഇതൊന്നും ചെയ്യാതെ പുരാതനമായിട്ടുള്ള രീതികൾ തന്നെ ചെയ്യണം. അപ്പോൾ തൊഴിൽ ചെയ്യാൻ വരുന്ന തൊഴിൽ ചെയ്യുന്നതിന് ഒരു നിശ്ചിത യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് നിങ്ങൾ എന്ത് കാരണവശാലും ഇവർക്ക് തൊഴിൽ കൊടുക്കണം. അപ്പോൾ ചുമടെടുക്കുന്നതിനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും അറിയാം ആ ഒരു ഇത് യൂണിയനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മെയിനായിട്ടുള്ള ഒരു കാരണം തന്നെ ഈ കേരളത്തിലേക്ക് ഇത്തരം ആശയങ്ങളും കാര്യങ്ങളെല്ലാം വന്ന് ഒരു മുരടിപ്പൻ ഇത് കൊണ്ടുവരുന്നതിന് കാരണമുണ്ടായത് കമ്മ്യൂണിസമാണല്ലേ ആണ്. അപ്പോൾ ഇന്നും അവർ ചെയ്യുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ഒരു മുതലാളിത്ത രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് ഇവർ അധിക്ഷേപിക്കുന്ന രാജ്യങ്ങളിലെല്ലാം എന്താ ചെയ്യുന്ന ഈ മുതലാളിമാർ ലോകം മുഴുവൻ അവരുടെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളെല്ലാം വിറ്റ് ഉണ്ടാകുന്ന പ്രോഫിറ്റിൽ നിന്ന് അവർക്ക് ഉറപ്പായിട്ടും അവരുടെ രാജ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നുണ്ട്. ആ ചെലവഴിക്കുന്ന പണം വഴി അവരുടെ രാജ്യവും അവരുടെ ചുറ്റുപാടുമുള്ള സംവിധാനങ്ങളെല്ലാം മെച്ചപ്പെടുന്നതിനനുസരിച്ച് അവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അത് ഉപകാരപ്രദമാകുന്നുണ്ട്. അങ്ങനെയാണ് അവർ നല്ല രീതിയിലുള്ള ജീവിതങ്ങൾ നയിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ ഇപ്പം തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ നാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കെല്ലാം എടുത്തു കൊടുക്കാനും സർക്കാരിൻ്റെ ഖജനാവിൽ പണമുണ്ടോ? ഒരിക്കലും ഒരു നാട്ടിലും ഉണ്ടാവില്ല. അപ്പോൾ ഇവർ ഈ കമ്മ്യൂണിസത്തിൻ്റെ ഇതാണ് നമ്മുടെ കയ്യിലുള്ള പണം നമുക്ക് എല്ലാവർക്കുമായി വീതിച്ചു കൊടുക്കാം. വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യുക? അപ്പോൾ അതിന് ഒരു സോഴ്സ് ഉണ്ടാക്കി വെക്കില്ലേ? അതല്ല ഈ മുതലാളിത്തം ക്യാപിറ്റലൈസേഷൻ അങ്ങനെയല്ലേ അത് ചെയ്യുന്നത്. അവരുടെ കയ്യിലേക്ക് മറ്റുള്ള മേഖലകളിൽ നിന്ന് പണം എത്തിച്ച് ആ പണം എല്ലാവർക്കുമായിട്ട് തുല്യമായിട്ടെന്ന് വെച്ചാൽ അല്പാൽപമായിട്ടാണെങ്കിലും എല്ലാവരിലേക്കും എത്തുന്ന സംവിധാനങ്ങൾ സർക്കാരിന് ഒഴുക്കാൻ പറ്റുന്നില്ലേ? അതിൻ്റെ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കിട്ടുന്ന വിധത്തിൽ നമ്മുടെ നാട്ടിൽ എന്ത് ആനുകൂല്യങ്ങളാണെന്നുണ്ടെങ്കിലും അതുപോലും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. ഇതിൻ്റെയൊക്കെ ഒരു മൂല കാരണം ഈ ചെങ്കൊടിയും അത് പിടിച്ചു നടക്കുന്ന ഒരുപാട് പേരും സ്കൂളുകളായാലും സർക്കാർ സ്ഥാപനങ്ങളായാലും അവരുടെ പ്രവർത്തനങ്ങൾ നിലപ്പിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന രീതികൾ അതുവഴി മനസ്സിൻ്റെ പഠിക്കാനുള്ളൊരു ആർജവം തന്നെ ഒരുപാട് പേർക്ക് നഷ്ടപ്പെടും. അത്
നല്ല ഒരു വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുന്ന സമയത്ത് വല്ലാണ്ട് ഇത് കൂടുതലായിട്ട് വ്യക്തമാവുകയാണ് കമ്മ്യൂണിസം എന്നൊരു ഇത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ നാട്ടിനെ എത്രത്തോളം പുറകോട്ട് പിടിച്ച് വലിച്ചിരിക്കുന്നു എന്നുള്ളത്. ഭീകരം തന്നെ, ഇല്ലാണ്ടാവണം ഇത്.